ഇന്ന് ഒക്ടോബർ 8 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് വാഴൈ എന്ന തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. തിയേറ്ററുകളിലെ വലിയ വിജയം നേടിയെടുത്ത സിനിമ ഒക്ടോബർ 11 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും OTT റിലീസ് ചെയ്യുക. രണ്ടാമത്തേത് അന്യഭാഷയിൽ നിന്നുള്ള സിന്ദഗി നാമ എന്ന സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സോണി ലിവിലൂടെ നാളെ അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ ഒക്ടോബർ 10 തീയതി സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. തമിഴിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ലാന്തർ. സിനിമയും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. ഒക്ടോബർ 11 തീയതി തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ ലാന്തർ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പഠിക്കാതെ പക്കങ്ങൾ എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഈ ആഴ്ച സിംപിളി സൗത്തിലൂടെ ഒക്ടോബർ 11 OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ 5ാമത്തെ അപ്ഡേറ്റ് മലയാളം സീരീസ് ആയ ജയ് മഹേന്ദ്രന്റെ അപ്ഡേറ്റ് ആണ്. സൈജു കുറുപ്പ് നായകനെത്തുന്ന സീരീസ് നേരത്തെ സോണി ലിവിലൂടെ ഫെബ്രുവരി 9 റിലീസ് പ്രഖ്യാപിച്ച പിന്നീട് മാറ്റിവെക്കപ്പെട്ട സീരീസ് ആണ്. ഇപ്പോഴത്തെ ഒക്ടോബർ 11 തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ സോണി ലിവിലൂടെ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ ആഴ്ച ഒരു തെലുഗു സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നു. ശബരി എന്നാണ് ത്രില്ലർ സിനിമയുടെ പേര്. സൺനെസ്റ്റിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ അന്യഭാഷാ ത്രില്ലർ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത സിനിമയാണല്ലോ അക്ഷയ് കുമാറിന്റെ കേൽ കേൽ മേ. ഈ സിനിമ ഒക്ടോബർ 9 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. അതായത് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. നിലവിലെ ഹിന്ദി ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്യുമെന്നാണ് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന നിവിൻ പോളി സിനിമയാണല്ലോ രാമചന്ദ്ര ബോസ് ആൻഡ് കോ. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ മാസം ജിയോയിലൂടെ റിലീസ് ചെയ്ത ജലധാര പമ്പ് സെറ്റ് ഒരു തരംഗവും ആകാതെ പോയിരിക്കുകയാണ്. നിവിൻ പോളി, ഹർഷ ബൈജു, അമിത ബൈജു, വിനയ് ഫോർട്ട് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ തിയേറ്ററുകളിൽ ഒരു വൻ ദുരന്തമായിരുന്നെങ്കിൽ പോലും OTT റിലീസിന് ശേഷം കൂടുതൽ വ്യൂവേഴ്സിനെ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഈ ഒക്ടോബർ മാസത്തോടെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം ബോസ് ആൻഡ് കോ OTT റിലീസിനായിട്ട്.